ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ? മീൻ കറി. മാങ്ങയും മുരിങ്ങാക്കോലും ഇട്ടിട്ടുള്ള ഒരു മീൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ വേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ലൈറ്റ് ഗോൾഡ് നിറമാകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളിയും സവാളയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, സവാള ചെറുതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സവാള മാത്രമായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, അല്ലാതെ ചെറിയുള്ളി മാത്രമായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം പാകത്തിന്. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂണും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കും. ഇനി ഇതിലേക്ക് വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമാങ്ങ കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു തേങ്ങ ഞാൻ ചിരകി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടായിരുന്നു, ആ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഗ്രേവിയിലേക്ക് നമുക്കിനി കഴുകി നന്നാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്മീൻ്റെ കഷ്ണമാണ് എടുക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ചേർത്ത് ഈ മോഡലിൽ കറി ഉണ്ടാക്കാം. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ മീൻ കഷ്ണങ്ങളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മോഡലിൽ നിങ്ങളെല്ലാവരും ഫിഷ് കറി ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടണോട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതോടൊപ്പം തന്നെ മുരിങ്ങാക്കോല് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങാക്കോല് കട്ട് ചെയ്തതും ചേർത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ പൊടിയാത്ത വിധം ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. ഇനി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. മൂടി വെച്ച് തിളപ്പിക്കാം നമുക്ക്. ഇനി തിള വന്നോന്നൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് മൂടി വെച്ചൊന്ന് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.